വേദങ്ങളിലൊരു പ്രാർത്ഥനയുണ്ട്, ശത്രുക്കളിൽ നിന്നും മിത്രങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്ന്. രാഷ്ട്രീയ പ്രവർത്തകന്മാരും പൊതുപ്രവർത്തകന്മാരും ദിവസവും രാവിലെയും വൈകുന്നേരവും നടത്തേണ്ട പ്രാർത്ഥന ശത്രുക്കളിൽ നിന്നും അതുപോലെ മിത്രങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്നാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ സമ്പൂർണ്ണ മനുഷ്യനാവാൻ കഴിയുന്നത്. മഹാത്മജി എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ ഒരാളാണ്. ഒരുപാട് നന്മ ഈ ലോകത്തെ മനുഷ്യരോട് പറയുകയും രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത മഹാത്മാഗാന്ധിക്ക് അവസാനം കിട്ടിയ പ്രതിഫലം വെടിയുണ്ടകളാണ്. അതുകൊണ്ട് നന്മ ചെയ്യുന്നവർക്കെല്ലാം നല്ലത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. സുഖവും ദുഃഖവും ഒരുപോലെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് പ്രതിഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുന്നവനാണ് ഈ ലോകത്ത് മോക്ഷം കിട്ടുക എന്ന് വേദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന, പ്രതിഫലേച്ഛ കൂടാതെ നിങ്ങൾ കർമ്മം ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് റിയാസ് മുക്കോളി അദ്ദേഹം നാളെ പൊതുരംഗത്ത് ഏത് മേഖലയിൽ പ്രവർത്തിക്കേണ്ടി വന്നാലും ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, മാനവസേവ മാധവസേവയാണ് എന്ന് പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആരാധന എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.